എടപ്പാളിൽ അത് സുഖേട്ടൻ തന്നെയാണ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ പറയും എനിക്ക് വയ്യ മോനെ കൊണ്ട് അത് ഷെയർ ഓരോരുത്തർക്കായിട്ട് കൊടുത്തു. അവിടുത്തെ എല്ലാം വിറ്റെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി. ഞങ്ങൾ കാന്തല്ലൂർ സ്ഥലം ഉണ്ടായിരുന്നു മൂന്നാറിൽ, 3.5 ഏക്കർ സ്ഥലം. അത് എൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അത് വാങ്ങിച്ചതും എടുത്തതും ഒക്കെ. പിന്നെ വണ്ടിപ്പെരിയാർ പോകുന്ന സ്ഥലത്ത് പീരുമേടിനടുത്ത് കുട്ടിക്കാനം അവിടെ സ്ഥലമുണ്ട്. മദ്രാസിലെ വീട്, തിരുവനന്തപുരത്തെ വീട്, ഊട്ടിയിലൊരു ഫ്ലാറ്റ്, ഇതെല്ലാം അദ്ദേഹം വാങ്ങിച്ച്. എന്തായിരുന്നു അദ്ദേഹത്തിന് വേറെ ആരുടെയെങ്കിലും പേരിലൊക്കെ വാങ്ങിച്ചൂടെ? എല്ലാം 2-3 എണ്ണം ഞാൻ മാത്രം, പിന്നെ ബാക്കി 2-3 എണ്ണം ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള പേരിൽ ഇങ്ങനെയൊക്കെ വാങ്ങിച്ച് ഇട്ട് ഒരു സാമ്പത്തിക പ്രാരാബ്ധത എനിക്ക്. അതുകൊണ്ട് തന്നെയാണ് ധൈര്യപൂർവ്വം ഞാൻ രാജുവിനെയൊക്കെ പിന്നെ പഠിക്കാൻ വിട്ടതും. പഠിക്കട്ടെ, കാരണം എന്തെങ്കിലും ഒരു വീടോ വല്ല നമ്മളൊരു സെക്യൂരിറ്റി ആയിട്ട് കൊടുത്താൽ പോരെ. ആരും താമസിക്കുന്ന പോലും ഇല്ല, വാടകയ്ക്കൊക്കെ കൊടുത്തിരിക്കുന്ന സമയമാണ്. എനിക്കൊരു ഷോക്ക് എന്ന് പറയുന്നത് ഇച്ചിരി 15 വയസ്സ് രാജു 10ാം ക്ലാസ്സിലോട്ട് കയറിയതേ ഉള്ളൂ. കയറുമല്ല ശരിക്കും ഞാൻ അപ്പോഴാണ് കയറുന്നത് 10th. ഇന്ദ്രനും അതെ ഈ എൻജിനീയറിങ്ങിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് അഡ്മിഷനായി. അതുവരെ ചെയ്തിട്ടാണ് സുഖോട്ടം പോകുന്നത്, പക്ഷെ ക്ലാസ് തുടങ്ങിയില്ല. അപ്പോഴത്തേക്ക് ഇന്ദ്രൻ, അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പ്രായമാണ്. ഒരു 10-17 വയസ്സ് തൊട്ട് ഒരു 10-22 വയസ്സ് വരെ നമ്മളൊന്നും സൂക്ഷിക്കണം ആൺകുട്ടികൾ. അപ്പോഴാണല്ലോ ഈ കൂട്ടുകൂടലും അതും ഇതുമൊക്കെ. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ വളരെ സൂക്ഷിച്ചു നിന്നു. കാരണം എന്നെ ചിലരൊക്കെ അപ്പോഴേ സീരിയൽ അഭിനയിക്കാനും ഒക്കെ വിളിച്ചു, ചേച്ചി ഇനി അഭിനയിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2-3 കൊല്ലത്തേക്ക് എന്തായാലും ഇല്ല, അത് ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും കൊള്ളാം, അത് ഞാൻ ചെയ്തത് നന്നായി. അത് കഴിഞ്ഞ് ഞാനൊരു 2-3 കൊല്ലം കഴിഞ്ഞ് രാജു ഓസ്ട്രേലിയയിൽ പോയി. ഇന്ദ്രൻ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ എൻജിനീയറിങ് അത് കഴിഞ്ഞ് മദ്രാസിൽ നെക്സേജ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ ജോലിയായി. അവിടെ ഇരിക്കുമ്പോഴാണ് വിനയൻ്റെ ഉമ്മപ്പെണ്ണ് അഭിനയിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് ഇവരുടെ ആയിട്ടോട് പറയാൻ തുടങ്ങി, അമ്മ ഈ നേരം വെളുത്ത് കുത്തിയത്. അപ്പം എൻ്റെ അമ്മയുണ്ട്, എന്നാലും എൻ്റെ മോളെ ദൈവം നിന്നോട് ഇങ്ങനെ. അപ്പം ഇങ്ങനെ അമ്മയ്ക്ക് ദുഃഖം പറിച്ച് വെച്ചിട്ട് കൂടില്ല. ഇത് കേട്ട് അമ്മയ്ക്ക് ഇല്ലാത്ത അസുഖം വരും. അതുകൊണ്ടൊരു കാര്യം ചെയ്താട്ടെ, അമ്മ ഇങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ട്രസ്റ്റ് സുഖേട്ടൻ്റെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഇറങ്ങി തിരിച്ചു. അപ്പോഴാണ് KK രാജീവ് ഈ പെയ്തൊഴിയാതെ എന്ന് പറഞ്ഞൊരു സീരിയൽ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു വെറും സീരിയലായിട്ട് അവിടെ നടന്നൊരു സീരിയൽ ഞാൻ ചെന്ന് കയറുകയല്ല. ആദ്യമായിട്ട് തിലകൻ ചേട്ടൻ, ജയഭാരതി, ഞാൻ, പൂർണിമ, ഞങ്ങളെല്ലാവരും കൂടി ഒരു സീരിയലിൽ വരിക, എല്ലാ സിനിമാക്കാരും. അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ ഒരു സിനിമാ ഷൂട്ടിങ്ങിന് പോകുന്ന പോലെയായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ തിലകൻ ചേട്ടൻ്റെ തമാശയും ഭാരതിയുടെ തമാശയും ഒക്കെ കേട്ട് എനിക്കൊരു ഭയങ്കരമായിട്ട്. അതുമാത്രമല്ല വൈകുന്നേരം ഒരുപാട് രാത്രിയിലൊന്നുമില്ല, 6-6:30 മണിയാകുമ്പോൾ ഇങ്ങ് പോരും, കാലത്തെ 8 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. പിള്ളേരൊന്നും ഇല്ലല്ലോ. അപ്പം എൻ്റെ അമ്മയുണ്ട്, 1-2 പെണ്ണുങ്ങൾ സ്ത്രീകൾ ജോലിക്കാരുമുണ്ട്. അപ്പോൾ അതിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചൊരു മാനസികമായിട്ട് എനിക്കിങ്ങനെ വെപ്രാളമായിരുന്നു. ഈ കുഞ്ഞുങ്ങളുടെ പഠിത്തവും എല്ലാം കൂടെ എന്തായി പോകും ഭഗവാൻ എന്നൊരു പേടിയുണ്ടായിരുന്നു. പഠിക്കും എന്നറിയാമെങ്കിലും അതിനുള്ള സപ്പോർട്ട് ചെയ്ത്. മറ്റേ സുഖേട്ടൻ അങ്ങനെയല്ല, അത് വായിച്ചോ, ഇത് വായിച്ചോ, മറ്റേ പുസ്തകം വായിച്ചോ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിത്ത സംബന്ധമായിട്ടെല്ലാം അദ്ദേഹത്തിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇവരൊന്ന് ഡള്ളാവാൻ തുടങ്ങി. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് ഇങ്ങനെ കുത്തിയിരിക്കുക, അമ്മയുടെ മുറിയിൽ ചെന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ഭഗവാനെ ശരിയല്ലല്ലോ. അദ്ദേഹവും എന്നോട് അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നതേ, മക്കളായിട്ട് 4 കാലേ നിൽക്കണം വല്ലയിടത്തും കൊണ്ടിട്ട്, അല്ലെ കണാവണാന്ന് ബബ്ബ അടിക്കുന്ന പിള്ളേരാക്കിയൊന്നും വളർത്തരുത്. അത് നിൻ്റെ ജോലിയാണ്, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പം ഞാനൊരു സ്വയം അതെനിക്കൊന്നും എല്ലാവർക്കും കിട്ടുമായിരിക്കും. ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് മാനസികമായിട്ടൊരു ബലം വന്നു. ഈ പിള്ളേരെ ആരും നോക്കൂ ഈ പറയുന്ന പോലെ അദ്ദേഹവും ഇല്ലല്ലോ. പിന്നെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആദ്യത്തെ പോലെ ഒരു വലിയൊരു ഫ്രണ്ടിനെ പോലെയൊക്കെ പെരുമാറി. അതൊക്കെ അങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു. അതൊക്കെ അങ്ങനെയൊക്കെ ആ മോനെ ജാതകത്തിലൊരു ദോഷ സമയം എല്ലാവർക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറിയതായിട്ട് ഞാനങ്ങ് കാണിച്ചു. അപ്പോഴത്തേക്ക് ഇവരൊരു ശരിയായി. അത് ശരിയായി. ഇന്ദ്രൻ്റെ ഫസ്റ്റ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു എൻജിനീയറിങ്ങിന്. രാജു അപ്പോഴത്തെ ഓസ്ട്രേലിയയിലോട്ട് പോയി. അപ്പോൾ എനിക്കും ഒരു പോട്ടെ മക്കളെ ഓരോ വഴിക്കായല്ലോ എന്നുള്ള ഒരു സമാധാനം. അങ്ങനെ ആ ഒരു ഇതിനകത്തുനിന്ന് പിന്നെ എൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് ഇവർ എൻ്റെ 2 മക്കളും കൂടെ എനിക്ക് തന്നതാണ്. തീർച്ചയായിട്ടും അതെ, അതിന്നും അതെ. എനിക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ആരും അറിയാതെ എൻ്റെ മക്കളെ വിളിക്കും, ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തവർ വരും, വരികയും ചെയ്യും. എന്താ അമ്മേ, അത് അപ്പം ചോദിക്കും. പിന്നെ അവർക്കറിയാം അങ്ങനെ എപ്പോഴും കൊണ്ട് സാമ്പത്തിക സഹായം ഇപ്പം അമ്മയ്ക്ക് ആവശ്യമില്ല എന്നുള്ളത് അറിയാം. എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറയാറുണ്ട്. ഇപ്പം തന്നെ ആസ്റ്ററിൽ എൻ്റെ 2 മക്കളും പൈസയും കൊണ്ട് വന്നു, ചെക്ക് കൊടുക്കും. ഞാൻ പറയടാ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇവനെന്തിനാ വെറുതെ ഒരു കാര്യം ഒരുപാടുണ്ടെങ്കിൽ ഞാൻ നേരം ഞാൻ കൊണ്ട് ബാങ്കിലിട്ടുള്ളൂ എന്നൊക്കെ തമാശയൊക്കെ പറഞ്ഞ് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് അതങ്ങനെ അങ്ങ് പോകും. പിന്നെ എന്നാലും അല്ല അവിടെ ഭക്ഷണം വാങ്ങിച്ചതോ അതോ ഇതൊക്കെ അതിന് പോലും എന്നെ കൊണ്ട് അങ്ങനെ ചിലവാക്കിപ്പിക്കാറില്ല പിള്ളേർ. അപ്പോൾ അത് അങ്ങനെയൊക്കെ നമ്മുടെ ആവശ്യത്തിന് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ
നമുക്കൊരു ദുഃഖം വരുമ്പോൾ അടുത്ത പ്ലെയിനിലെത്തുന്ന മക്കൾ ഇതുപോലെ ദൈവം തരുന്ന ഒരു അനുഗ്രഹം, ഇത് കൂടുതലില്ല, നീയൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ അവരെങ്ങനെയാണ് ജീവിക്കുന്നത്. ഈ 2 മക്കളും സംരംഭകരാണല്ലോ, രണ്ടുപേരും സ്വന്തമായിട്ട്, അതായത് അവരുടെ ഭർത്താവിൻ്റെതല്ലാത്തൊരു ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന സ്ത്രീകൾ കൂടിയാണ്. അതിന് എപ്പോഴെങ്കിലും മല്ലികമ്മ ഒരു ഉപദേശമായിട്ടോ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടോ രണ്ടുപേരും, അതായത് ഇപ്പൊ പൂർണിമ സ്വന്തമായിട്ടൊരു ഫേം തുടങ്ങി, പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്ന സുപ്രിയയാണ്. അങ്ങനെ മല്ലികമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു ഉപദേശം അല്ല, എനിക്കുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 മരുമക്കളോടും ഇങ്ങനെ തുടരാവൂ, അല്ലാതെ അവരുടെ ഐഡന്റിറ്റി വേറെ എന്തോ ആണെന്നൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. ഞാൻ അങ്ങനെ അവരാരും ഇല്ലാത്ത ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടേ കല്യാണം കഴിക്കാവൂ. കല്യാണം തീരുമാനിച്ച് സ്നേഹിച്ച് കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടാക്കാനായിട്ട് വേറൊരു ജോലി എന്ന് പറയുന്നത് അത് പൂർണ്ണ കറക്റ്റാണ്. കാരണം പുള്ളിക്കാരത്തിയുടെ പ്രാണയ്ക്കകത്ത് പുള്ളിക്കാരത്തി തന്നെ ഡിസൈൻ ചെയ്ത് വരച്ച്, അപ്പോൾ പ്രൊഡക്ഷൻ ഏൽക്കുമ്പോൾ സുപ്രിയയ്ക്ക് നല്ല ജോലിയാണ്. അപ്പോൾ ചിലപ്പോൾ അങ്ങ് തളർന്നിട്ട് ചിലപ്പോൾ മുൻചുണ്ടിയൊക്കെ വരുവച്ചിരേ. അപ്പം ഇതെല്ലാം കൂടെ ആ കൊച്ചിനെ ഏൽപ്പിക്കാതെ അതാണ് അതിനാകെപ്പാടെ തളർന്ന് കിടക്കുക. അല്ലല്ല, അതൊക്കെ പറയാൻ ആൾക്കാരുണ്ടെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മരുമക്കളോടും കൂടെ ഉള്ള ഉപദേശമാണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി. ഇപ്പം എൻ്റെ ഐഡൻറ്റിറ്റി ഏറ്റവും വലുത് എന്താണെന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന കോളേജുകളിൽ ആമ്പിള്ളാർ ചോദിക്കാറുണ്ട്. ഞാൻ പറയാം മോനെ, എൻ്റെ ഏറ്റവും വലിയ ഐഡൻറ്റിറ്റി മിസ്സസ് മല്ലിക സുകുമാരൻ. പിന്നെ ശേഷം വന്നതാ ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഒക്കെ. അദ്ദേഹം തന്നേച്ച് പോയതാ, അല്ലാതെ അവരുടെ കെയർ ഓഫിലല്ല ഞാൻ അറിയുന്നത്. ഇന്ന് എൻ്റെ മരുമക്കളുടെ കെയർ ഓഫിലും അല്ല ഞാൻ അറിയുന്നത്. അത് ഞാനായിട്ട് പിടിച്ചു വാങ്ങിച്ച ഐഡൻറ്റിറ്റി അല്ല. ഞാൻ വളർന്ന സാഹചര്യങ്ങളും എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന മര്യാദകളും വെച്ച് ഞാൻ എങ്ങനെ സമൂഹത്തിൽ പെരുമാറുന്നു എന്നുള്ളത് മെജോറിറ്റി തീരുമാനിച്ചിട്ട് പറയണം, ഈ അമ്മ അയ്യോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നാൽ ആദ്യം വലിയ ചേച്ചി ആവുന്ന പോലെയൊക്കെ സഹായിക്കും കേട്ടോ. അതുണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് മോനെ. പിന്നെ നമ്മളതല്ലാതെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് അഭിനയിക്കാൻ നിന്നാൽ ജാടയാന്ന് പറയും, അല്ലേ? അപ്പം ഞാൻ ഈ പിള്ളേരോടും പറയാം, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് എന്തെല്ലാം പറഞ്ഞാലും അതിനകത്ത് അവരുടെയും കൂടെ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത് സാധാരണ ഏത് പൊട്ടനെ അറിയാൻ വയ്യാത്തേ. അല്ലാതെ ഇപ്പോൾ വന്നപ്പോഴേ എല്ലാവരും ഇങ്ങനെ ലക്ഷങ്ങളും വാരി ബാഗിനകത്ത് വെച്ചുകൊണ്ടാണോ? ഞാൻ ആരുടെ ഒന്നും 10 പൈസ വാങ്ങിക്കത്തുമില്ല, വാങ്ങിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെനിക്ക് പ്രധാനമാണ്. പക്ഷേ ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എൻ്റെ മരുമക്കൾക്ക് എന്തൊക്കെ ഉണ്ടെന്ന്. ഞാൻ അന്വേഷിക്കത്തില്ല. എന്തിനാത്? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല 2 പെൺകുട്ടികൾ മിടുക്കികൾ, അവരുടെ ജോലികളൊക്കെ നോക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ട്, വിവരമുണ്ട്, അതുപോലെ. അല്ലാതെ ഇപ്പോൾ ഭയങ്കര ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മോളെ ഒന്നും അല്ലല്ലോ കെട്ടിയത്, അല്ലേ? ഒരു ടെലിവിഷൻ റിപ്പോർട്ടറായിരുന്നു സുപ്രിയ. പൂർണിമ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞതിനോട്ട് അമ്മയ്ക്കൊരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു, അതിനെ സഹായിക്കും. അത് ഇപ്പോൾ തന്നെ പ്രാണമെന്ന് പറഞ്ഞ് എന്തോരം ഡിമാൻഡാണ് പൂർണിമയ്ക്ക്. വെളിയിൽ പോകുന്ന പിള്ളേരെല്ലാം അവിടെ വന്ന് ഡ്രസ്സ് കാണിച്ചു കൊടുക്കും, ഡിസൈൻ ചെയ്ത് അത് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട് കീർത്തി, നമ്മുടെ സുരേഷ് കുമാറിൻ്റെ മകളുടെ ഒരു ഡ്രസ്സൊക്കെ പൂർണ്ണ തന്നെ അവരുടെ ഇഷ്ടപ്രകാരം. അപ്പോൾ അതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി അല്ലേ, അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അത് പണ്ട് ഞങ്ങൾ ട്രസ്റ്റ് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു, ഇൻ പെർസ്യൂട്ട് ഓഫ് എക്സലൻസ് ഇൻ ക്രിയേറ്റിവിറ്റി. അതായത് എൻ്റെ ട്രസ്റ്റിൻ്റെ ഇത്. അപ്പോൾ എന്ത് പറയുന്ന പോലെ എല്ലാവർക്കും അവരവരുടേതായ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് ഭർത്താവിൻ്റെ കെയർ ഓഫ് അതില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല.